അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, ഈ ചോദ്യോത്തരം ആരംഭിക്കുകയാണ്. ചോദ്യോത്തരം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇരിക്കാം, എല്ലാവരും ഇരിക്കാം. ഇരുന്നാലേ ആരംഭിക്കും. എല്ലാവരും ഇരിക്കാം. ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഇരിക്കാം. ചില ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത്തരം പ്രയാസമുള്ളവർ അവരുടെ സ്വഭാവം പ്രകടിപ്പിക്കട്ടെ. മാന്യമായി ആർക്കും ചോദിക്കാം. ഇവിടെ ഇത്ര ചോദിക്കാവൂ എന്നോ ഒരു ചോദ്യമെന്നോ ഉപചോദ്യമെന്നോ ഒരു കണക്കുമില്ല. നിശ്ചയിക്കപ്പെട്ട സമയം അവസാനിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് ആർക്കും എത്രയും ചോദിക്കാം. അതുകൊണ്ട് മാന്യമായി ഈ വിഷയം അറിയാനും അന്വേഷിക്കാനും പഠിക്കാനും വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് വരേണ്ടത്. ജയിക്കാനും തോൽക്കാനുമല്ല. മാലിക് സലഫി സൂചിപ്പിച്ച പോലെ അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറുപടി നൽകും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ഈ വിഷയത്തിൽ ഏതായിരുന്നാലും ആദ്യ തലമുറകളിൽ ഒരാൾക്കും പരിചയമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വിധം ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ആർക്കും കടന്നു വരാം. മാന്യമായി വളരെ നല്ല നിലക്ക് ഈ വിഷയത്തിൽ ഉള്ള ഏത് സംശയങ്ങളും അവർക്ക് ഉന്നയിക്കാം. എത്ര ചോദ്യങ്ങളും ചോദിക്കാം. ഇൻഷാ അല്ലാഹ് 10 മണി വരെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അതിനുള്ളിൽ എത്ര പേർക്ക് എത്ര ചോദിക്കാൻ കഴിയുമോ അത്രയും അവസരം ഇൻഷാ അല്ലാഹ് നൽകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിന് സമയം അനുവദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര സെഷന്റെ ഒരു നിയന്ത്രണം ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരിക്കും ഏറ്റെടുക്കുക എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ചോദിച്ചോളി. സാധാരണയായി കൈയടിക്കും വേണ്ട, അവിടെ നോളി വളണ്ടിയേഴ്സ് ഉണ്ട്. സദസ്സൊന്നും എനിക്ക് അവിടെ നിന്നാൽ മതി. നിങ്ങൾ എന്താ എണീക്കണേ? അവിടെ ഇഷ്ടംപോലെ വളണ്ടിയേഴ്സ് ഉണ്ട്, സംവിധാനം ഉണ്ട്. നിങ്ങൾ എണീറ്റ് നിയന്ത്രിക്കണം. ഇവിടെ അത് വിളിക്ക്. ആദ്യമായി പറയാനുള്ളത്, ഞാൻ ചോദ്യം ചോദിക്കാൻ വന്നാണ്. ചില ആളുകൾ നമ്മളത് പകയോടെ കാണുന്നുണ്ട്. ആ ആളുകളൊന്ന് സഹകരിപ്പിച്ച് തരണം. മറ്റൊന്ന്, സാധാരണ മുജാഹിദ് മൗലവിമാർ, ഫൈസൽ മൗലവി പോലുള്ള ആളുകൾ നബിദിനം ശിർക്കാണ്, അതിന് തെളിവില്ല എന്ന രീതിയിൽ പ്രസംഗിക്കുന്നു. സുന്നി പണ്ഡിതന്മാര് നബിദിനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ആദ്യമായി നബിദിനം നിർവഹിച്ചുകൊണ്ട് അതിന് മാതൃക കാണിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തതെന്ന് സുന്നി പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ സുന്നികളും മുജാഹിദുകളും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് രണ്ട് സമയത്ത് ഇങ്ങനെ പ്രസംഗിച്ചു പോയിട്ട് നിഷ്പക്ഷരായ ആളുകൾക്കൊന്നും തിരിയുന്നില്ല. മുജാഹിദുകൾ പ്രസംഗിച്ചു പോകുന്നു, കുറച്ച് കഴിഞ്ഞ് സുന്നികളൊന്ന് മറിച്ച് പ്രസംഗിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഈ പരിപാടിക്ക് 1-2 ദിവസത്തിന് ശേഷം സുന്നികളുടെ പരിപാടി ഈ ഹാളിൽ തന്നെ നടക്കുന്നുണ്ട്. ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തിരിയുന്നില്ല. ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് സുന്നികൾക്കും മുജാഹിദുകൾക്കും ഒരുമിച്ചിരുന്ന് ഒരു വേദിയിലിരുന്നു കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൂടാ? അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? നല്ല ചോദ്യം. ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സീഡി ലഭ്യമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ സീഡി വാങ്ങി കേൾക്കാം. ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നല്ല, ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ജനങ്ങളെ സാക്ഷി വെച്ചുകൊണ്ട്, ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്നു. തയ്യാറുണ്ടോ? തയ്യാറാണ്. കൊണ്ടേ മുസ്ലിയാക്കന്മാർ ഫുള്ള് പുറത്തുണ്ട്. പുറത്ത് ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. കൂട്ടിക്കൊണ്ടേ ഇപ്പൊ നടത്താം. നമുക്ക് ഇപ്പൊ നടത്താം. ഈ മുന്നിലെ വരി ഒഴിഞ്ഞു കൊടുക്കുക. ഇവിടെ മുസ്ലിയാക്കന്മാർ നിരന്നിരിക്കട്ടെ. 10 മിനിറ്റ് ഞങ്ങൾ സംസാരിക്കും. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കും. ചോദ്യകർത്താവ് നിങ്ങൾ നോക്കി, നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളെ പുറത്ത് ഇഷ്ടം പോലെ മുസ്ലിയാക്കന്മാരുണ്ട്. ഇപ്പൊ കൊണ്ടേ 10 മിനിറ്റ് അവർ സംസാരിക്കും, 10 മിനിറ്റ് ഞങ്ങൾ സംസാരിക്കും. തെളിയിക്കേണ്ടത് പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബിഈകൾക്കോ ഷാഫി ഇമാമിനോ 4 ഇമാമിങ്ങൾക്കോ നബിദിനാഘോഷം പരിചയമുണ്ട്, അത് സുന്നത്താണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന മുസ്ലിയാക്കന്മാർ പുറത്തുള്ളവരിൽ ആരുണ്ടെങ്കിലും കയറി വരാം. ഈ മുന്നിലെ വരി ഒഴിഞ്ഞു കൊടുക്കും. അവർക്ക് ഇരിക്കാം. 10 മിനിറ്റ് അവർക്ക് സംസാരിക്കാം. ശേഷം 10 മിനിറ്റ് ഞങ്ങൾ, വീണ്ടും 10 മിനിറ്റ് അവര്, പിന്നെയും 10 മിനിറ്റ് ഞങ്ങൾ. ഇപ്പൊ തന്നെ സമ്മതമാണ്. തയ്യാറേണ്ടി വിളിച്ചോണ്ടി പറയട്ടെ. കൈയടിക്കാൻ പാടില്ല. കൈയടിക്കൽ നമ്മുടെ സംസ്കാരമല്ല. കൈയടിക്കൽ നമ്മുടെ സംസ്കാരമല്ല. കൈയടിക്കാൻ പാടില്ല. ശ്രദ്ധിക്കാം. നിങ്ങൾ സംഘടിപ്പിച്ച, നിങ്ങളുടെ ആളുകൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ തീർക്കുന്നതിനല്ല, രണ്ടു കൂട്ടരും സമാസമമായി ഒരു പരിപാടി സംഘടിപ്പിച്ച് വ്യവസ്ഥ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെന്നാണ് ചോദിച്ചത്. സുഹൃത്തെ, ആ ആവേശം അവിടെ പോയി ചോദിക്കി. ആ ആവേശം അവിടെ പോയി ചോദിക്കി. നിങ്ങൾക്ക് ഒരു ഉറുപ്പ മുടക്കില്ല. സ്റ്റേജ് ഞങ്ങളെ വക. ശ്രദ്ധിക്ക്. ചോദ്യകർത്താവ് ശ്രദ്ധിക്ക്. ചോദ്യകർത്താവ് ശ്രദ്ധിക്ക്. ചോദ്യകർത്താവ് ശ്രദ്ധിക്ക്. ഇവിടെ സ്റ്റേജ് ഞങ്ങളെ വക, ഓഡിറ്റോറിയം ഞങ്ങളെ വക, മൈക്ക് ഞങ്ങളെ വക. നിങ്ങളെ മുസ്ലിയാക്കന്മാർക്ക് 1 രൂപ ചെലവില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടുപോയി ഇപ്പൊ നോക്കാം. ഫുൾ ചെലവ് ഞങ്ങളാ. എന്തെങ്കിലും ബേജാറ്? എത്ര മുസ്ലിയാക്കന്മാരെ പുറത്തുണ്ട്? ധൈര്യമുള്ള മൂലമായിട്ട് കയറി വരും. എത്ര മുസ്ലിയാക്കന്മാരുണ്ട്?
നബിദിനാഘോഷം ഈ പറഞ്ഞ പോലെ പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ പരിചയമുണ്ടെന്ന് സ്ഥാപിക്കാൻ ധൈര്യമുള്ള ഏത് മുസ്ലിയാക്കന്മാരുണ്ടോ കയറി വന്നോട്ടെ. സ്റ്റേജും സ്ഥലമാണ് കൊടുക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ കുറെ കണ്ടതാ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണതല്ലോ, ഇതിന് യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ചില ആളുകളെ ഇളക്കി വിട്ട് തൽക്കാലം ഒരു ഒച്ചപ്പാടും ബഹളുണ്ടായിട്ട് ഈ വക പരിപാടികൾ ഇല്ലാതാക്കാൻ പറ്റുമോ നോക്കുക. ഇത് നടക്കുന്ന കാര്യമില്ല സൂചിപ്പിക്കുന്നത്. ഇൻഷാ ഞങ്ങളെ സംബന്ധിച്ച റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാ കേരളം മുഴുവൻ ഈ നിലക്കുള്ള ഇറക്കം തന്നെ. ഞങ്ങൾക്ക് ഇന്നലെ മുഖാമുഖമായിരുന്നു. ഇൻഷാ അല്ലാ ഇനിയും അടുത്ത വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിൽ മുഖാമുഖമുണ്ട്. എവിടെയും ഏത് മുസ്ലിയാക്കന്മാർക്കും വരാം, എന്നിട്ട് അവർക്ക് അവിടെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ചോദിക്കട്ടെ. മുജാഹിദീങ്ങൾ ഒരു മിനിറ്റ്, എല്ലാ മുജാഹിദും ഇരിക്കുക. സുന്നാള് മാത്രം അവിടെ നിന്നാൽ മതി. പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ നിന്നോട്ടെ, ബാക്കി എല്ലാ മുജാഹിദും ഇരുന്നോളി, അവർക്ക് ചോദിക്കാം. മൈക്കോടിക്ക് ചോദിക്കട്ടെ. നിങ്ങൾ എന്നാ ഉള്ള ഈ സംവാദത്തിന് നിങ്ങൾ എന്നാ ഉള്ള ഡേറ്റ് ഇപ്പം തരണം. ഇപ്പം തരണം. എന്നാണ് നിങ്ങൾ ഞങ്ങളോട് തയ്യാറാകുന്ന വെച്ചാൽ ഇപ്പൊ ഡേറ്റ് ഡിസംബർ 15 കുട്ടികളെ വരും. ഞങ്ങൾ തയ്യാറാണ്. ഫുൾ നിങ്ങൾ ഈ ഒഴിവായി കളിക്കുന്ന കളിയാണ് ഇന്ന് വരെ ഫൈസൽ മൗലവിന്റെ അടുത്ത് കണ്ടത്. ഞങ്ങൾ എന്നോ നില വീക്ഷിക്കാൻ തുടങ്ങിയൊന്നും അല്ല. നിങ്ങൾ എന്നോ ഞങ്ങൾ സുന്നിക്കുട്ടികൾ നിങ്ങൾ പാഞ്ഞു കഴിച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിനാണ് ഡേറ്റ് ഇന്ന് തരണം. ഇപ്പം തരണം. പറഞ്ഞോളി, ഡേറ്റ് പറഞ്ഞോളി. ഡിസംബർ 15 ഇന്ന് ഇപ്പൊ 8 മണിക്ക്. സകല ഇവിടെ കാരന്തൂർ മസ്ജിദ് അടുത്തതാണല്ലോ. ആ കാരന്തൂർ മർക്കസിൽ നിന്ന് സകല സക്കാഫികളെ കൊണ്ടുവന്നോളൂ. നിങ്ങൾ 10 മിനിറ്റ് ഞങ്ങൾ തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്. ഈ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 100 വട്ടം തയ്യാറാണ്. ആവേശം കൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടീഷൻസ് ഇല്ല, 10 മണിക്ക് അവസാനിപ്പിക്കണം. അപ്പൊ ഞങ്ങളെ കണ്ടീഷൻസ് എന്താ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയം വിടുന്നത് അനുവദിച്ചില്ല. ഇനി എത്ര സമയം ബാക്കിയുണ്ട്? എത്ര മണിക്ക് നിങ്ങൾ പരിപാടി നിർത്തും? ചോദിച്ചോളൂ. അതറിയണം. അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി ചോദിക്കണം. നിങ്ങൾ ചോദിച്ചോളൂ മുസ്ലിം, എന്താ എത്ര മണിക്കൂർ സമയം അറിയണം? ചോദ്യം ചോദിക്കാനല്ലേ? ചോദിച്ചോളൂ. ഒരാൾക്ക് എത്ര അവസരങ്ങളുണ്ട് ചോദിക്കാൻ? ഒരാൾക്ക് ഇന്ന് 10 മണി വരെ മാക്സിമം ആളുകൾക്ക് മാക്സിമം അവസരമുണ്ട്. ചോദ്യകർത്താക്കളുടെ താല്പര്യം അനുസരിച്ച് ഒരാൾക്ക് എത്രയും ചോദിച്ചൂടെ? എത്രയും ചോദിക്കാം, കുഴപ്പമില്ലല്ലോ. നമ്മൾ നിയമപാലകന്മാർ എത്ര സമയം അനുവദിക്കുന്നു ചോദിക്കാം, അത്രയും സമയം. ഇനി ബാക്കിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചോദിക്കാം. ഇല്ല, ഒരു ചോദ്യം ചോദിക്കും. ഒന്ന് ഒരുമിക്ക്. ഇപ്പൊ തന്നെ 4 ചോദ്യമായി. നിങ്ങൾ ചോദിക്കേ. ഞാൻ ആര് പറയുന്ന വിശ്വസിക്കണ്ടേ? ഒരു ചോദ്യം ഒരു ചോദ്യമാണ്. നിങ്ങൾ 100 ചോദിച്ചോളി. 100 ചോദിച്ചോളി. 100 എത്രയും ചോദിക്കാന്ന് പറയും. നിങ്ങൾക്ക് 100 ചോദ്യം, 100 ചോദിച്ചോളി. നിങ്ങൾ ചോദിക്കേ. ആമുഖം പറഞ്ഞതാണ്. നേരത്തെ അയാളല്ലേ പ്രസംഗിച്ചപ്പോ നിങ്ങൾ എങ്ങനെ കയറി? ചോദ്യം അങ്ങനെ മാറാൻ പറ്റൂല. ഇതാണ് സ്വഭാവം. ഇതാണ് മുസ്ലിം സ്വഭാവം. ചോദ്യം ഞങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞില്ല. സുന്നിയായ ഇദ്ദേഹം ചോദ്യം തുടങ്ങും. ഞങ്ങളുടെ പ്ലാൻ എങ്ങനെ? അദ്ദേഹം തുടങ്ങും, ശേഷം ഞാൻ പറയട്ടെ. ഇനി കുറച്ച് പറയട്ടെ. നിങ്ങൾ ഇനി കുറച്ച് കേൾക്കി. അവിടെ ഇരിക്കും. വെറുതെ കേട്ടത്തിരിക്കും. നമ്മൾ ഇരിക്കൂല. ഇനി കുറച്ച് കേൾക്കി. അവിടെ ഇരിക്കും. ഇനി കേൾക്കി. ഇപ്പൊ കണ്ടോ, വളരെ മാന്യമായി സംഘടിപ്പിച്ച പ്രോഗ്രാം. നമ്മൾ ഇവിടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു. അദ്ദേഹം കേൾക്കട്ടെ. ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ കളിക്കാൻ പോയ മുസ്ലിയാക്കന്മാർ തന്നെയാണ്. പിന്നെ ഇവിടേക്ക് എത്തിയില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ വളരെ മാന്യമായി സംഘടിപ്പിച്ച പ്രോഗ്രാം. ഇവിടെ കൃത്യമായി വിഷയം അവതരിപ്പിച്ചു. ശേഷം ചോദിക്കാൻ അവസരം കൊടുത്തു. അതിന് ആമുഖത്തിൽ പ്രത്യേകം പറഞ്ഞു, ഒരാൾക്ക് ഇത്ര ചോദ്യം എന്ന കണക്കില്ല, 10 മണി വരെ പ്രോഗ്രാം ഉണ്ട്. അതിനിടയിൽ പരമാവധി ആളുകൾക്ക് പരമാവധി അവസരമുണ്ട് എന്ന് അദ്ദേഹം വന്നിട്ട് 3-4 പ്രാവശ്യം ഇപ്പൊ ചോദിച്ചെന്താ, എത്ര ചോദ്യമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയും അവസരം തരാം. അപ്പൊ മുപ്പത് ചോദ്യമില്ല. അപ്പൊ ബാക്കിയുള്ളവൻ ചോദിക്കുന്ന. അപ്പൊ ബാക്കിയുള്ളവന് വേണ്ടിയാണോ നിങ്ങൾ എത്ര ചോദ്യമുണ്ട് ചോദിച്ചത്? ഈ വക ശൈലിയാണ് മുസ്ലിയാക്കന്മാരെ ശരിയാവാത്തത്. നേർക്ക് നേരെ മാന്യമായി സംസാരിച്ചാൽ പോലെ. ഇവിടെ എത്ര വ്യക്തമായി വിഷയം അവതരിപ്പിക്കപ്പെട്ടു. വളരെ മാന്യമായി ഈ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി മാന്യമായി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം. എന്നാൽ അവിടെ കയറി വന്ന് വെറുതെ ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇത്തരം പ്രോഗ്രാമുകൾ നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ. എന്തിനാ ഇതൊക്കെ? നേരെ നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാനില്ലേ? നിങ്ങൾ ചോദിക്കേണ്ട, അത്രയേ ഉള്ളൂ. ഈ കൂടെ ഒരുപാട് മനുഷ്യന്മാർ ചോദിക്കാൻ ആഗ്രഹിച്ചു വന്നവരാണ്. ഇവിടെ ചോദിച്ചോട്ടെ. അതല്ലാതെ നിങ്ങൾ കുറച്ച് ആളുകളെ ഇതൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. ഈ കൂടിയ മനുഷ്യന്മാരിൽ പലരും ചോദിക്കാൻ ആഗ്രഹിച്ചവരുണ്ട്,
പലരും അത് ഒരുങ്ങി വന്നവരുണ്ട്. പരമാവധി ആളുകൾക്ക് അവസരം കിട്ടേണ്ടതുണ്ട് എന്നാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 10 മണി വരെയാണ് അനുവദിക്കപ്പെട്ട സമയം. ആ സമയത്തിനുള്ളിൽ പരമാവധി ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയരുത്. അതുകൊണ്ട് ആറ്റിക്കുറുക്കി ചോദ്യങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ വിശദമായി ഉള്ള അറിവനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചോദ്യകർത്താവിന് മൈക്ക് നൽകുക. നിങ്ങളെ അവരുണ്ടാവും ആലോചിച്ചോട്ടെ, വേറെ ചോദിച്ചോളി. ഓരാദ്യം തീരുമാനമാക്കട്ടെ ഞാൻ ആരാന്നുള്ളത്. ഇപ്പൊ അവസരം കിട്ടിയപ്പോൾ ഓർക്ക് തീരുമാനമല്ല. ഓരോട് ഇന്ന് ആലോചിച്ചോട്ടെ, അടുത്ത കൊടുത്തോളി. സമയം പ്രധാനമാണ്. എന്റെ ചോദ്യം, നേരത്തെ ആമുഖ പ്രസംഗം പ്രസംഗിച്ച ഒരാള് അവര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് ഉമർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് നബിദിന സംബന്ധമായിട്ട് വേറെ ചോദിക്കാണ്ട് കേട്ടോ, രേഖകൾ വെച്ചിട്ട് തന്നെ ചോദിക്കാണ്ട്. അതിന് മുമ്പ് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ നമ്മുടെ MM അക്ബർ സാഹിബ് ക്രിസ്ത്യാനികളുമായുള്ള ഒരു സംവാദത്തിൽ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി, ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബി ഒരു സാധാരണ അറബി പയ്യനാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആ പറഞ്ഞ സന്ദർഭത്തിൽ, പറഞ്ഞ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. ആ സംവാദം പൂർണ്ണമായും കേട്ട ഏകദേശം ഒരു 6-7 മണിക്കൂർ സമയം ആ സംവാദമുണ്ട്. അത് മുഴുവൻ കേട്ട മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ആ പദപ്രയോഗത്തിൽ പ്രയാസം തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ദൈവമാണ് എന്ന്, ദൈവപുത്രനാണ് എന്നുള്ള വാദം വന്നപ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ആ നിലക്കല്ല. 40 വയസ്സുവരെ ആ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു അറബി ഗണത്തിൽപ്പെട്ട ഒരു പയ്യനാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നബിക്ക് ഒരു സവിശേഷതയും ഇല്ല എന്ന അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിൽ പറയാവതുമല്ല. നബിക്ക് സവിശേഷതയുണ്ട്, നബി ആയതിനു ശേഷവുമുണ്ട്, അതിന് മുമ്പും പ്രവാചകർക്ക് സവിശേഷതയുണ്ട്. ആ സവിശേഷത ഒന്നും ഇല്ല എന്ന അർത്ഥത്തിലല്ല ആ പ്രയോഗം. അവരുടെ ചില വാദങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പദപ്രയോഗം മാത്രമേ ഉള്ളൂ. അതിൽ പോലും കുറച്ചുകൂടെ സൂക്ഷ്മത പാലിക്കേണ്ടതായിരുന്നു. ആ പദപ്രയോഗം അത്ര തന്നെ അത് പ്രയോഗിക്കാൻ പറ്റിയ പദപ്രയോഗമല്ല എന്നുകൂടി അഭിപ്രായമുണ്ട്. അപ്പോ അതിപ്പോ നമുക്ക് ഇങ്ങനെ നേരാംവണ്ണം ചിന്തിച്ചാൽ അറിയാം ഏത് അത് MM അക്ബർ പറഞ്ഞത്, മൂപ്പര് പറഞ്ഞ അഭിപ്രായം എന്തോന്നറിയില്ല. MM അക്ബർ സാഹിബ് പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത്. കാരണം അങ്ങനെ തന്നെ പറഞ്ഞ് എന്ത്, ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബി 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച പയ്യൻ എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ആ സാധാരണ നിങ്ങൾ ഒഴിവാക്കി, സാധാരണ അറബി പയ്യൻ എന്നെ പറയണത്. നബി തങ്ങൾ സാധാരണ പയ്യനാണെന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്ന് ആമുഖം പ്രസംഗിച്ച ആളും പ്രസംഗിച്ചു. അപ്പോ ഞാൻ ചോദിക്കുന്നു, ഈ അഭിപ്രായത്തിൽ MM അക്ബർ സാഹിബിന്റെ സ്ഥിതി എന്താണ് എന്നാ ചോദിക്കുന്നത്. സാക്ഷാൽ മുസ്ലിമാണ്, അൽഹംദുലില്ലാഹ്. ഇല്ല, വ്യത്യാസമുണ്ട്. അത് പറഞ്ഞ ഉമർ മൗലവിക്ക് MM അക്ബർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ക്ലിപ്പ് കണ്ട ചില മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ നിങ്ങൾ ആ CD ഫുള്ള് കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ട് പൊരുത്തപ്പിടിച്ച് മൂപ്പരെന്ത് ചെയ്യും, ഒപ്പം കൂടാൻ പറ്റുമോ നോക്കും, അതുണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇതൊരു സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ല. അത് ഉമർ മൗലവി പറഞ്ഞതുകൊണ്ടും MM അക്ബർ പറഞ്ഞതുകൊണ്ടും അത് ശരിയാണ്. ആ മലയാള വാക്ക് കേട്ടാല്, ഈ മലയാള വാക്ക് കേൾക്കണ ആർക്കും അറിയില്ലേ, നബി തങ്ങൾ സാധാരണ പയ്യൻ എന്ന് ഒരാൾ പറയുന്നു, മറ്റൊരാൾ പറയുന്നു സാധാരണ പയ്യൻ എന്ന് പറഞ്ഞാൽ കാഫിറാണ്. ഇത് കേൾക്കുന്ന സാധാരണക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? അതേപോലെ കേട്ട സാധാരണക്കാർക്ക് ആർക്കും പ്രശ്നമില്ല. പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ കേട്ടിട്ടില്ല, അതിലെന്താ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അതൊന്ന് വിശദീകരിച്ചു. നിങ്ങൾ സാഹിബ് മനസ്സിലായി, അത് മനസ്സിലായി. ഇവിടെ വിഷയം MM അക്ബർ സാഹിബ് പറയട്ടെ. അല്ല, നബിദിനാഘോഷത്തിന് ആണല്ലോ വിഷയം. മൂപ്പരെന്തിനാ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞാ ഞാനും പറയണേ. ആയിക്കോട്ടെ. MM അക്ബർ സാഹിബ് പറഞ്ഞത് നബി സാധാരണ പയ്യനാണ്. ഉമർ മൗലവി പറയുന്നു സാധാരണ പയ്യൻ എന്ന് പറഞ്ഞാൽ കാഫിറാണ്. എന്നിട്ട് പിന്നെ അത് കേട്ടാ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നിങ്ങൾ അതിന്റെ ബാക്കി പറഞ്ഞേരി. MM അക്ബർ സാഹിബ് എങ്ങനെ പറഞ്ഞതെന്ന് ആ CD ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. കേട്ടങ്ങളൊന്ന് പറഞ്ഞേരി MM അക്ബർ സാഹിബ് എന്താ പറഞ്ഞതെന്ന്. അത് മുഴുവനാക്കാൻ സമ്മതിക്കും. അതെ, അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല പണി നിങ്ങൾ ആ CD ഫുള്ള് കേൾക്കുക. നിങ്ങൾ ആ CD കേട്ടിട്ടില്ല. 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംവാദമാണ്. ആ CD നിങ്ങൾ കേട്ടിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ ചില മുസ്ലിയാക്കന്മാർ കൊണ്ടടക്കുന്ന ക്ലിപ്പ് മാത്രമാണ് കേട്ടത്. ആ ക്ലിപ്പ് കേട്ടാൽ പ്രശ്നം തന്നെയാണ്. അവിടെ ആ ക്ലിപ്പിട്ട് മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അത് ഇസ്ലാമിന് പുറത്ത് ഗുണവാദവുമാണ്. പക്ഷെ ആ നിലക്കല്ല പറഞ്ഞിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല പരിഹാരം ആ CD മുഴുവനായി നിങ്ങൾ കേൾക്കുന്നത് ലഭ്യമാണ്.
ആ CD കേൾക്കുക. അപ്പൊ കേട്ടാൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാചകം കേട്ടാൽ അത് പ്രശ്നം. ഞാൻ അത് കേക്ക് 6 മണിക്കൂർ ഞാൻ ഇപ്പൊ പറയും. എന്താ നിങ്ങളിപ്പോ ഇത്ര കേട്ടല്ലോ, ഒരു കഷ്ടങ്ങൾ കേട്ടല്ലോ, ബാക്കി അടുത്ത കഷ്ടം കേട്ടാളി. അത്രേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ആ CD നിങ്ങൾ കേൾക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പ്രശ്നമില്ല. ഇനി അത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, ക്ലിപ്പിങ്ങിലെ സഖാഫികളെ തിരിമറികൾ എന്നൊരു CD ഉണ്ട് സുഹൃത്തെ. ഇതെങ്കിലും കേൾക്കി, CD കേൾക്കേണ്ടത് കേട്ടോളി. ക്ലിപ്പിങ്ങിലെ സഖാഫി തിരിമറികൾ എന്നൊരു CD ഉണ്ട്. ആ CD എങ്കിലും കേൾക്കുക. മറ്റേ CD 6 മണിക്കൂർ കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ ക്ലിപ്പിങ്ങിലെ സഖാഫി തിരിമറികൾ എന്നൊരു CD ഉണ്ട്. ആ CD കേട്ടാലും ഇതിന്റെ പ്രസക്ത ഭാഗം അതിലുണ്ട്. നിങ്ങളത് കേൾക്കുക. നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇല്ല, അതിന്റെ ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ആയിക്കോട്ടെ, അടുത്ത വേറെ ചോദിക്കും. നിങ്ങൾ സമയം വെറുതെ കളയാൻ വേണ്ടി സുഹൃത്ത് അതാണ് പറഞ്ഞത്. ഉമർ മൗലവി പറഞ്ഞത് ശരിയാണ്. ഉമർ മൗലവി പറഞ്ഞ അർത്ഥത്തിലേ അല്ല MM അക്ബർ പറഞ്ഞത്. ഉമർ നിങ്ങൾക്ക് ചോദ്യമുള്ള അയാൾക്കല്ലേ, നിങ്ങൾ വിളിക്കി, നിങ്ങൾ ശൈത്താൻ ഇളകി കഴിയട്ടെ, കഴിഞ്ഞിട്ടില്ല. ഉമർ മൗലവി ഏത് അർത്ഥത്തിൽ പറഞ്ഞോ ആ അർത്ഥം 100% ശരി. ആ അർത്ഥത്തിലേ അല്ല അവിടെ. നേരെ മറിച്ച് പ്രവാചകരെ ആക്ഷേപിച്ചുകൊണ്ട് പ്രവാചകർ അവിടെയുള്ള മന്ത്രവാദവും സിഹറും ഒക്കെ പഠിച്ച ആളായിരുന്നു എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അതാ സംവാദ രംഗം. സിഹ്റു പഠിച്ച അറേബ്യയിലെ മന്ത്രവാദം ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ ജീവിച്ച ആളായിരുന്നു, അതിന് സ്വാധീനമുണ്ടായിരുന്നു എന്ന നിലയ്ക്ക് നബി ആക്ഷേപിച്ചപ്പോഴാണ് നബിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ മന്ത്രവാദം പഠിച്ചിട്ടില്ല, ആ മായാജാലം പഠിച്ചിട്ടില്ല. മറ്റു അറബികളെ പോലെ തന്നെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, പയ്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രയോഗം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പ്രയോഗത്തിൽ കാഫിറാകുന്ന പ്രശ്നമില്ല. എന്നാൽ ആ പ്രയോഗം ഒരല്പം കൂടി സൂക്ഷ്മത പാലിക്കേണ്ട പ്രയോഗമായിരുന്നു എന്നാ പറഞ്ഞത്. ഇനി ഒറ്റ കാര്യം, ഇനി അതേപോലെ ക്ലിപ്പ് ഉണ്ടാക്കിയ ഒരുപാട് കിട്ടും. ഇപ്പൊ കാന്തൂര് AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞല്ലോ നബിനെ പറ്റി കുഞ്ഞൻ എന്ന് പറഞ്ഞു. അല്ല, കേക്കി നബിയെ കുറിച്ച് കുഞ്ഞൻ എന്ന് AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ പ്രസംഗം ഉണ്ട്. നമുക്ക് ആർക്കും പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം ആ പറഞ്ഞ സന്ദർഭം വ്യക്തമാണ്. നബിയെ പറ്റി നീ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ മകന്റെ ക്ലിപ്പ് നമ്മൾ കേട്ടതാണ്. നമ്മളാരും അത് ആ നിലക്ക് വലിയ വിഷയമാക്കിയില്ല. കാരണം എന്താണ്, അത് പറഞ്ഞ സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ് എന്നതുപോലെ തന്നെ ഇതും. പിന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വാശിക്ക് അവനാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നാണെങ്കിൽ ഓനെ 3 കൊമ്പ് വിശ്വസിച്ച് പോകുന്നല്ലാതെ ഇവിടെ നിർവാഹമൊന്നുമില്ല. ശരി, ചോദിച്ചോട്ടെ. അദ്ദേഹം മറുപടി തൃപ്തിയായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ചോദ്യം ചോദിക്കും. അത് വഹാബിയുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പിലേക്കായിരിക്കും നമ്മുടെ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹം തൃപ്തിയാന്ന് പറയട്ടെ. അദ്ദേഹത്തെ തൃപ്തിയായിട്ടില്ല, തൃപ്തിയോട്ട് ആകൂല. കാരണം ഉറങ്ങുന്നവനെ ഉണരൂ, കണ്ണു ചെമ്മി കിടക്കുന്നവൻ ഉണരുകയില്ല. അദ്ദേഹത്തെ തൃപ്തിയായിട്ടില്ല, തൃപ്തി ആവുകയുമില്ല. പഠിച്ചോൻ പ്രത്യേകം തൗഫീഖ് നൽകിയെങ്കിലല്ലാതെ. അൽഹംദുലില്ലാ മതി, അത് സമ്മതിച്ചല്ലോ, വലിയ കിട്ടലേ പോയി, അത്രേ ആവശ്യമുള്ളൂ. ശരി, ഇനി ചോദിച്ചോളി. നിങ്ങൾ നബിയും സഹാബത്തും നബിദിനം കഴിച്ച് പറയും. ഇവിടെ ഈ ആളുകൾ അത് കാത്തിക്കുക. നബിയും സഹാബത്തും താബിഈകളും നബിദിനം ആഘോഷിച്ച് നിങ്ങൾ വായിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ വിചാരിക്കുന്നത് ഇത്ര വലിയ ഉസ്താദുമാർ വന്നിട്ട് അത് വായിക്കും, അതിവിടെ തെളിയിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അത് നിങ്ങൾ വായിക്കുക, അതാവശ്യം. നബിയോ സഹാബത്തോ താബിഈകളോ താബികളോ മദ്ഹബിന്റെ ഇമാമിയങ്ങളോ നബിദിനം ആഘോഷിച്ചത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ വായിക്കും. എല്ലാവരും ശ്രദ്ധിക്കാം. എന്റെ ചോദ്യം നിങ്ങളുടെ അടിസ്ഥാനവാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത പുതിയ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങളുടെ അടിസ്ഥാനവാദമാണ്. എന്റെ ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഖുതുബക്ക് പള്ളി ജുമുഅക്ക് ഖുതുബ ഓതിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിൽ ഇരിക്കുന്ന പല മൗലവിമാരും ഖതീബുമാരാണ്. ഈ നിൽക്കുന്ന മൗലവി തന്നെ കഴിഞ്ഞ ആഴ്ച ഖുതുബ ഓതി. ഈ ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ആണോ? നിങ്ങൾ ചെല്ലുന്ന വിഷയത്തിന് നിങ്ങൾക്ക് ഏത് സ്വലാത്തും ചെല്ലാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് റസൂൽ ചെയ്തിട്ടുണ്ടോ, ഒരു ഹബീബ് ചെയ്തിട്ടുണ്ടോ, പ്രവാചകർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിലയില്ല. അതേസമയത്ത് സുന്നികൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ, നബിദിനാഘോഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിന് കവലകൾ കെട്ടി ഈ രൂപത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ?
നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ? അതിനെ സംബന്ധിച്ചൊന്നും വഹാബികൾക്ക് ചോദിക്കാനില്ല, മൗലവിമാർക്ക് പറയാനില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. അതേസമയത്ത് സുന്നികൾ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ, മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, നബിദിനാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിന്റെ ഇടയിലുള്ള മാനദണ്ഡം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏറി വന്നപ്പോ രണ്ട് കാര്യം തെളിയും. ഞങ്ങളെ സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ മൗലിദ് നബി പഠിപ്പിച്ചിട്ടില്ല. ഇതല്ലേ ഇപ്പൊ തെളിയാൻ പോണത്, ഇതാണ് ഇപ്പൊ തെളിയാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് നബി ചെയ്യാത്ത നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഇപ്പൊ വിഷയം. അപ്പൊ നിങ്ങൾ ചെയ്ത ഏതായാലും നബി ചെയ്യാത്തതാണ്, ഞങ്ങൾ ചെയ്തത് നബി ചെയ്തതാണ്, ചെയ്യാൻ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊന്ന് ചെയ്യുന്നുണ്ടോ എവിടെ ചൂണ്ടിക്കാണിച്ചോ ഇൻഷാ അല്ലാഹ് തിരുത്തും. പക്ഷെ ഞങ്ങളെ ഖുത്ബയിൽ ചോദ്യം മാത്രമേ, ഉത്തരം ശ്രദ്ധിക്കും. മുസ്തേരെ ഉത്തരം ശ്രദ്ധിക്കും. അല്ല അത് പോരാ, ഉത്തരം ശ്രദ്ധിക്കണം, ചോദിക്കാൻ മാത്രം പോരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ആരുടെയും സദസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഏതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലാഹു അഅലം. എന്റെ ഖുത്ബയിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത് എന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഖുത്ബയിൽ ഞങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് അത് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ്. ഇനി പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു അക്ബർ, ഒരു സംശയമില്ല. അടുത്തിനും തക്ബീർ ചൊല്ലാം, അടുത്തത് പറയുമ്പോഴും ഈ തക്ബീർ വേണം. അപ്പൊ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, പക്ഷേ നാരിയാ സ്വലാത്ത് പറ്റില്ല, കമാലിയാ സ്വലാത്ത് പറ്റില്ല, താജ് സ്വലാത്ത് പറ്റില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്തിന് പ്രത്യേക രീതിയും പ്രത്യേക എണ്ണവും പ്രത്യേക പ്രതിഫലവും നിങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ ബിദ്അത്തായി മാറുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. കുറച്ചൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ വയത് കേൾക്കുള്ളൂ. അതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത് പ്രത്യേകമായി ചെയ്യുക, നബി പൊതുവായി പഠിപ്പിച്ചത് പൊതുവായി ചെയ്യുക. നബി പൊതുവായി പഠിപ്പിച്ചതിൽ നമ്മുടെ വക സവിശേഷത കൽപ്പിക്കാൻ പാടില്ല. നാരിയാ സ്വലാത്തിൽ അത് വെച്ചു, അവിടെയാണ് പ്രശ്നം. നാരിയാ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് എന്താണ്? നാരിയാ സ്വലാത്ത് മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. ദിവസവും 11 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. ഇത് പറയാൻ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ മാത്രമേ അധികാരമുള്ളൂ. അവിടെ അങ്ങോട്ട് 11 വിട്ടാ പിന്നെ 44, പിന്നെ 100, പിന്നെ 333, 444, പിന്നെ 1000, അവസാനം അതിന്റെ 4000 വേണ്ടുന്നതാ. 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് ചൊല്ലിയാൽ ഏത് പ്രയാസമുള്ള കാര്യവും അതോടുകൂടി എളുപ്പമായി കിട്ടും. ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് പ്രശ്നം. അത് പറയാൻ വയല് കേൾക്കി, കുറച്ച് കേൾക്കി. അല്ല, വയല് പറയാൻ തന്നെയാണ്. നിങ്ങൾ ഇരുത്തി വയല് പറയാൻ വലിയ പൂതി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു എണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു വണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു രീതി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അതേസമയം സ്വലാത്ത് എന്ന പൊതു അർത്ഥത്തിൽ ആ ആശയം കിട്ടുന്ന ഏതുമാകാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നാരിയാ സ്വലാത്തും നിങ്ങൾ ഇരിക്കേ. അതെ ഉസ്താദ്, നിങ്ങൾക്കിതൊക്കെ അറിയാം, നിങ്ങൾക്കിതെല്ലാം അറിയാം, ഈ കൂടുതൽ അറിയില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ ഫുള്ള് കിതാബുലെ മനുഷ്യന്മാരല്ലേ. ഇവരൊക്കെ അങ്ങനെയല്ലല്ലോ. അപ്പൊ നാടന്മാർക്കും തിരണ്ടേ, നമ്മളുണ്ടാവും മാത്രമാണെങ്കിൽ നമ്മൾ വിലയിരുന്ന പോലെ. അപ്പൊ ഈ കൂടെ മനുഷ്യന്മാർക്കും മനസ്സിലാവണല്ലോ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി സ്വീകരിക്കാം. അതിന് നമ്മുടെ വക പ്രത്യേകമായ എണ്ണമോ വണ്ണമോ രീതിയോ നിശ്ചയിച്ചുകൂടാ. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറി. എന്നാൽ റബീഉൽ അവ്വൽ മാസം അങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അല്ല. നേരത്തെ വായിച്ചു, എന്ത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്ർ ഏതാ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനിൽ ഒരു അധ്യായം, സൂറത്ത് തന്നെ ഉണ്ട് ലൈലത്തുൽ ഖദ്റിനെ പറ്റി. അതിനേക്കാൾ പുണ്യമാണെന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാകണ്ടേ? വേണ്ട, ഒന്നെങ്കിലും അതും ഉണ്ടായില്ല. ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. മാത്രവുമല്ല
3 ഈദ്, ഒന്ന് ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദുൽ ഫിത്ർ എവിടെ വന്നത്? ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി വന്നു. ഈദുൽ അദ്ഹ ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. ഈദ് മൗലിദ് റസൂലില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നബി പഠിപ്പിക്കാത്ത അവിടെ ഞങ്ങൾക്കും ചെയ്തു എന്നാണ് നമ്മൾ രണ്ടൂട്ടം ചെയ്യാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തത് ചെയ്യാൻ അനുവാദമുള്ള മേഖലയുണ്ട്, അവിടെ ചെയ്യാം. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിന്റെ വണ്ണവും എണ്ണവും പറഞ്ഞ് അത് ചെയ്യാത്തവൻ പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞ് അവനെ ആ നിലയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ അതിന് പ്രമാണം ആവശ്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഈ ബാക്കി പറയാൻ പറഞ്ഞോളി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നു. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് പിൽക്കാലഘട്ടത്തിൽ ഇത്തരം മൗലവിമാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ സമ്മതിച്ചിരിക്കുന്നു. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഞാൻ ചോദിച്ച ചോദ്യം, ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് എവിടെയാണ് പറഞ്ഞത് മൗലവി? ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് ഖുർആനിലാ പറഞ്ഞത്? നിങ്ങൾ പറയണം. നിങ്ങൾ ആളുകളെ വഞ്ചിക്കാൻ പാടില്ല. എന്തെങ്കിലും ശരി, മൂപ്പർക്ക് തോന്നിയ പോലെ വേറെ പറയാ, ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും പറയാൻ അവസരമില്ലാന്നോ? ഇത് എവിടുത്തെ പരിപാടിയാണിത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മൗലവി പറയുന്നത് ഇന്ന സ്വലാത്ത്, നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ചൊല്ലണമെന്ന് ഏതെങ്കിലും ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ടത്. ഖുർആനും ഹദീസ് കൊണ്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾ ഈ ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചൊല്ലണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. ഞങ്ങൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ ഘോഷയാത്ര നടത്തുമ്പോൾ അത് പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ബിദ്അത്താണ് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഖുതുബയിൽ ചൊല്ലിയ സ്വലാത്ത് അത് ചൊല്ലാൻ പറ്റുമെന്നും അതിന് കുഴപ്പമില്ലെന്നും നിങ്ങൾ തീരുമാനിക്കുകയാണോ വേണ്ടത്? ഇത് തീരുമാനിക്കേണ്ടത് ഫൈസൽ മൗലവിയാണോ? അല്ലല്ല, ഞാനല്ല, ഒരിക്കലും ഞാനല്ല, നിങ്ങളുമല്ല. മുതൽ ഇങ്ങനൊന്നും ഇളകേണ്ട ആവശ്യമില്ല മുസ്ലിയാരെ, ഇങ്ങനൊന്നും ഇളകേണ്ട. അപ്പൊ വെറുതെ അല്ലേ കയറി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടായത്. ഈ മനുഷ്യന്മാരൊക്കെ കയറി വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു മാന്യമായി കയറി വന്നു. ഈ കോലത്തിലെ കയറി വന്നതെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവനാലെ കയ്യിരിപ്പനുസരിച്ച് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കലി മുസ്ലിയാരെ, ഇപ്പൊ പഠിപ്പിക്കലി. ആദ്യം പഠിപ്പിച്ചു വരണ്ടേ? ഇപ്പൊ പഠിപ്പിക്കുക നിങ്ങൾ ചോദ്യം ആദ്യം പഠിപ്പിച്ചു തരി. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഒരു കാര്യം തെളിഞ്ഞു, നബിദിനാഘോഷം പഠിപ്പിച്ചിട്ടില്ല. അത് തെളിഞ്ഞു. നിങ്ങൾ പറയില്ല, നിങ്ങൾ സമ്മതിച്ച വിളിച്ചിട്ട് പോകേണ്ടിയില്ലേ? ഒരു സംശയമില്ലല്ലോ. അത് ഏതായിരുന്നാലും പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ പരിചയമില്ല. പിന്നെ ഇപ്പൊ ഖുതുബയിലെ സ്വലാത്ത് മൂപ്പര് കൂടുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു തന്നെയാണ്. ഒരു സംശയമില്ല. അതിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബിഈകളുടെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ മാതൃകയുണ്ട്. ഒരു സംശയവും എല്ലാം നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതൊക്കെ ഉണ്ട്. എന്നാൽ അതേപോലെ നിങ്ങൾ പറയും, അതേപോലെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, 4 ഇമാമികളുടെ മാതൃകയുണ്ട് എന്ന് പറയാൻ കഴിയോ? തീരുമാനിക്കേണ്ട ഫൈസൽ മൗലവിയാണോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് തെളിവില്ലാത്തതിന് എന്നോട് ദേഷ്യപ്പെട്ട കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഈ വിഷയത്തിൽ അവർക്കാർക്കും പരിചയമില്ല. എന്നാൽ ഖുതുബയിലെ സ്വലാത്തോ സ്വഹാബത്ത് മുതൽ ചെയ്തു പോന്ന കൃത്യമായ തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. ഇമാമിങ്ങൾ മുഴുവനും ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഏത് കിതാബ് എടുത്തോളി, അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. ജുമുഅയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. എങ്കിൽ അതുപോലെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ല, റിഫായി ശൈഖിന് പോലും പരിചയമില്ല. അത് കേൾക്കുമ്പോൾ ഇടങ്ങാറുണ്ടാവും. കാരണം എന്താ? പരിചയം ഉണ്ടെന്ന് പറയാൻ കഴിയണില്ലല്ലോ.
അപ്പൊ പിന്നെ പ്രയാസം അത് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങളെ വയറ്റ് നോക്കുണ്ടാവും, ഞങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് അവർക്ക് ആർക്കും പരിചയമില്ല. അതിനാൽ മറ്റീമെ പിടിച്ചിട്ട് ഇത് ന്യായീകരിക്കാമെന്ന് ശ്രദ്ധിക്കേണ്ടതില്ല. മാത്രമല്ല, നിങ്ങൾ എന്താ സമൂഹത്തോട് പറയല്? ആയത്തുണ്ട്, ഹദീസുണ്ട്, ഹസൻ ബസ്രി അങ്ങനെ പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹും. എവിടെ അതൊക്കെ ഇപ്പൊ ഇവിടെ അതുകൊണ്ട് വായിക്കുക, അത് വായിക്കി, ഇങ്ങനെ പിടിച്ചാൽ പോയിട്ട് വായിക്കി, അത് വായിക്ക്. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, ഉമർ ഖത്താബ് പറഞ്ഞത്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത് റളിയല്ലാഹു അൻഹും, അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് വായിക്കി. എന്നാ ഈ സ്വലാത്ത് നമുക്ക് കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഇല്ല. നിങ്ങൾ എങ്ങനെ കെട്ടിമറിഞ്ഞാലും ശരി, ഹിജ്റ 5 നൂറ്റാണ്ടുകാലം 500 കൊല്ലം അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ ഒരു ഗ്രന്ഥത്തിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വരി മുസ്ലിയാരെ കാണിക്കാൻ കഴിയില്ല. 500 കൊല്ലം ജീവിച്ച നബിതങ്ങൾ മുതൽ 500 കൊല്ലം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വരിയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി വെച്ചത് കാണിക്കാനേ സാധ്യമല്ല. ഉണ്ട് അഭിപ്രായമുണ്ടോ? ഉടനെ വായിക്കുക. അത് വായിക്കാൻ വേണ്ടി അത് വായിക്കുക. അതാ പുസ്തകം കൊടുത്താളി. 2000 പുസ്തകം ഏതായാലും സക്കാഫിയിലെ ബുക്കിൽ അത് കൊടുത്താളി. ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസരമല്ല ഇത്. അങ്ങോട്ട് ചോദിച്ച ചോദ്യമാ. അത് പറ്റൂല. അങ്ങോട്ട് ചോദിച്ച മുസ്ലിം അത് പറ്റൂല. ഇത് മുഖാമുഖമാണ്. അങ്ങോട്ട് പറയേക്ക് ഹബീബേ. അല്ലല്ല, അത് പറ്റൂല. അങ്ങനെ അത് വായിക്കും. മൂപ്പര് വായിക്കാൻ മൂപ്പര് ചോദിക്കാൻ മൂപ്പര് വായിക്കാൻ ഒരുങ്ങി നിൽക്കുക. ചോദിച്ചത് നേരത്തെ ചോദിച്ചപ്പോൾ മറ്റാൾക്ക് മൈക്ക് കൊടുത്തില്ല. അടുക്ക് ഞാനാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്റെ ചോദ്യം പൂർത്തിയാകണം. മനസ്സിലായില്ലേ? ഓക്കെ. 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ വിനീതനും ഞങ്ങൾക്കുമുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ അല്ലേ? ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി കൃത്യമായാലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച